ചെറുപയറിന് ഈ ഡീടോക്സിഫൈങ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡയൂറിറ്റിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന്, ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശുദ്ധീകരിക്കുന്നതിന്, മൂത്രനാളി കിഡ്നി സംബന്ധമായ രോഗാവസ്ഥകളിൽ അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാം സഹായകരമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന്, നവീകരിക്കുന്നതിന് സഹായകരമാണ് ചെറുപയറിന്റെ ഉപയോഗം. ആയുർവേദത്തില് ചില കഷായങ്ങൾ തയ്യാറാക്കുമ്പോൾ ചെറുപയർ ചേർത്ത് വരാറുണ്ട്. ഇനി അതുകൂടാതെ പൊതുവെ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത് പഞ്ചകർമ്മ ചികിത്സക്കിടെയൊക്കെ നമ്മൾ വളരെ ലൈറ്റ് ആൻഡ് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡാണ് പ്രിഫർ ചെയ്യുക. അതായത് പൊടിയരിക്കഞ്ഞിയും അതുപോലെ എളുപ്പം ദഹിക്കുന്ന ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ, മുതിരയും ചെറുപയറും എണ്ണയിട്ട് താളിക്കാത്ത പച്ചക്കറികളും ഇലക്കറികളൊക്കെയാണല്ലോ ധാരാളമായിട്ട് ഉപയോഗിക്കുക. അപ്പം അക്കൂട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ചെറുപയർ. ചെറുപയറും കഞ്ഞിയൊക്കെ നമ്മൾ ഉപയോഗിച്ചു വരാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരമൊരു രീതി പ്രചാരത്തിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞി വിതരണത്തിലും ചെറുപയർ കടന്നുകൂടിയത്. ഇത് നമുക്ക് മറ്റു ധാന്യങ്ങൾക്ക് പകരം ചെറുപയർ കഞ്ഞി വെച്ച് കുടിക്കുന്ന